അശോക ഗ്രൗണ്ട് ചൂർണിക്കര പഞ്ചായത്തിന്റെ ഔദ്യോഗിക കളിസ്ഥലമാക്കി നൽകണമെന്ന ആവശ്യമുയരുന്നു. ചൂർണിക്കര പഞ്ചായത്തിലെ പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഒരേക്കർ വിസ്തീർണമുള്ള ഏറ്റവും വലിയ കളിസ്ഥലമാണ് അശോക ഗ്രൗണ്ട്. അശോക കമ്പനി സ്ഥാപിക്കപ്പെട്ട 1950 മുതൽ ഈ ഗ്രൗണ്ട് കലാകായിക വിനോദങ്ങൾക്കായും കളിസ്ഥലമായും പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. എല്ലാ വർഷവും പ്രശസ്തമായ നിലയിൽ സംഘടിപ്പിക്കപ്പെടുന്ന അന്തർ സംസ്ഥാന ഫുട്ബോൾ മത്സരത്തിൻ്റെ വേദി കൂടിയാണിത്. എം ജേക്കബിനെ പോലുള്ള അറിയപ്പെടുന്ന പ്രഗത്ഭരായ ഫുട്ബോളർമാർ കളിച്ചു വളർന്ന ഗ്രൗണ്ട് കൂടിയാണിത്. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള കലാകായിക മത്സരങ്ങളും പൊതുപ്രദർശനങ്ങളും സംഘടിപ്പിക്കാൻ ഇതിനേക്കാൾ അനുയോജ്യമായ സ്ഥലം ചൂർണിക്കര പഞ്ചായത്തിൽ വേറെ ലഭ്യമല്ല എന്നതാണ് വസ്തുത. 70 വർഷത്തോളമായി ചൂർണിക്കരയിലെയും സമീപമുള്ള എടത്തല, കീഴ്മാട് പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ പൊതു കളിസ്ഥലവും വിനോദ കേന്ദ്രവുമാണിത്. നിർഭാഗ്യവശാൽ ഈ ഗ്രൗണ്ട് ഇപ്പോഴും മിച്ച ഭൂമിയായിട്ടാണ് രേഖകളിലുള്ളത്. 1994 പഞ്ചായത്ത് നിയമപ്രകാരം പഞ്ചായത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ കലാകായിക അഭിരുചികൾ മെച്ചപ്പെടുത്തുന്നതിനായുള്ള പശ്ചാത്തല സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലകളിൽപ്പെട്ടതാണ്. അതിനാൽ അശോക ഗ്രൗണ്ട് മിച്ചഭൂമിയിൽ നിന്നും പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് മാറ്റി സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള നാട്ടുകാരുടെ പ്രക്ഷോഭ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരള സർക്കാർ ഓരോ പഞ്ചായത്തിലും ഒരു കളിസ്ഥലമെന്ന തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അശോക ഗ്രൗണ്ട് ചൂർണിക്കര പഞ്ചായത്തിൻ്റെ പൊതു ഉടമസ്ഥതയിലാക്കുന്നതിനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യവുമായിട്ടാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത്. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി.